സുനാമി വന്നാലും തകരാത്ത വീടുകൾ വരുന്നു എന്നൊരു വാർത്തയുണ്ട്. അത് ശരിയാണോ സർ? അല്ല, സുനാമി വന്നാൽ തകരാത്ത വീടുകൾ എന്നതിനേക്കാൾ ഉപരി ഉം. സുനാമി റെഡി വില്ലേജസ്, ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ 100ഓളം സുനാമി റെഡി വില്ലേജസ് തയ്യാറാക്കാനായിട്ടുള്ള ആ, യത്നത്തിലാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉം. എർത്ത് സയൻസ് മന്ത്രാലയം ഉം. അവരുടെ കീഴിലുള്ള ഒരു വലിയ ലബോറട്ടറിയാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, ഹൈദരാബാദിൽ ഇൻകോയിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉവ്വ്. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളും ഇൻകോയിസ് ഇതിനകം ചെയ്തു കഴിഞ്ഞു. പ്രജതിക്ക് ഓർമ്മയുണ്ട്, 2004 ആദ്യത്തെ സുനാമി വേവ്സ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നത്. 2004 ഡിസംബറിൽ. അന്ന് നമുക്കൊരു സുനാമി വാർണിംഗ് സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം, പസഫിക് ഓഷ്യനിലുള്ള ഒരു സുനാമി വാർണിംഗ് സംവിധാനം ഒരു വാർണിംഗ് ഇഷ്യൂ ചെയ്തിരുന്നെങ്കിലും, ഒരു അലേർട്ട് ഇഷ്യൂ ചെയ്തിരുന്നെങ്കിലും, നമ്മുടെ സുനാമി മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനത്ര വേണ്ടത്ര ഗൗരവത്തോടുകൂടി എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ തീരത്ത് വളരെയധികം നാശനഷ്ടങ്ങളുണ്ടായത്. അതിനെ തുടർന്ന് അന്നത്തെ ഇൻകോയ്സിൻ്റെ ഡയറക്ടറും അവരുടെ ഈ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയും ചേർന്ന് ഒരു വളരെ എമർജൻസി സ്കീം എന്നുള്ള രീതിയിൽ ഒരു സുനാമി മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരു ശ്രമം തുടങ്ങി. അത് മാസങ്ങൾക്കുള്ളിൽ അത് ഒരു പൂർണ്ണമായി വിജയത്തിലെത്തി. അങ്ങനെ നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സുനാമി ഏർലി വാർണിംഗ് സിസ്റ്റം ഹൈദരാബാദ് അടിസ്ഥാനമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഈ 3 സ്ഥലങ്ങളിലും സുനാമി ബൂയ്സ് എന്ന് പറയും, BUOY, ബൂയ്സ്, സുനാമി ബൂയ്സ് സ്ഥാപിച്ചു കടലിൽ. ഈ സുനാമി ബോയ്സിന് കടലിലെ എല്ലാ പാരാമീറ്റേഴ്സും, കടലിലെ ടെമ്പറേച്ചർ, മറ്റേ തിരകളുടെ വേഗത, ശക്തി, പിന്നെ ഡയറക്ഷൻ, പിന്നെ കടലിനടിയിൽ നടക്കുന്ന ഓരോ സ്പന്ദനങ്ങൾ, അത് മുഴുവൻ മോണിറ്റർ ചെയ്യാനും റിയൽ ടൈം ഡാറ്റയായിട്ട് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിൻ്റെ ഹൈദരാബാദിലെ കൺട്രോൾ റൂമിലേക്ക് അത് ഫീഡ് ചെയ്യാനും സാധിക്കും, ഉപഗ്രഹങ്ങളുടെ സംവിധാനത്തോടു കൂടി. മലയാളിയായ ഒരു ഡോക്ടർ TM ബാലകൃഷ്ണൻ നായർ, അദ്ദേഹമാണ് ഈ ഗവേഷണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. റിമോട്ട് സെൻസിങ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അങ്ങനെ അപ്പോൾ ഇന്ത്യക്ക് മാത്രം ആയിട്ടല്ല ആ സുനാമി വാർണിംഗ് സിസ്റ്റം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്ക് സുനാമി ഉണ്ടാവാൻ സാധ്യത കണ്ടു കഴിഞ്ഞാൽ, അത് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിവരം ഈ പറയുന്ന രാജ്യങ്ങൾക്ക് മുഴുവൻ അവർ ഡിസമിനേറ്റ് ചെയ്യും. ഇത്ര മണിക്ക് സുനാമി വരാൻ സാധ്യതയുണ്ട്, ഒരു സുനാമി കടലിനടിയിൽ ഞങ്ങളൊരു അബറേഷൻ, സുനാമിയുടെ തുടക്കം കടലിനടിയിലാണ്, എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് കടലിനടിയിലാണ്. അപ്പോൾ അത് ഞങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ സുനാമി വേവ്സ് നമ്മുടെ തീരപ്രദേശങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞൊരു അലർട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഏറ്റവും സുനാമി ആക്രമണത്തിന് വിധേയമായത് ഈ ഇന്തോനേഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ്. 2004 ലക്ഷക്കണക്കിന് പേരാണ് ഇന്തോനേഷ്യയിൽ സുനാമി ആക്രമണത്തിൽ മരിച്ചുപോയത്. അപ്പോൾ അവിടെ ബന്ദ ആച്ചി എന്ന് പറഞ്ഞ ഒരു കോസ്റ്റൽ പ്രദേശമുണ്ട്, രാജ്യം പോലെയാണ്, ചെറിയ മിനി രാജ്യമാണ് ബന്ദ ആച്ചി. സുൽത്താനാണ് ഭരിക്കണം. ഈ സുനാമി വേവ്സ് അവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞോടുകൂടി ആ നാട്ടിലുള്ള എല്ലാ വീടുകളും, നല്ലൊരു ശതമാനം ജനങ്ങളെയും കൊണ്ടുപോയി സുനാമി തരംഗങ്ങൾ. അപ്പോൾ ഞാനൊരിക്കൽ ബന്ദ ആച്ചിൽ പോയപ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് കൊണ്ടുപോയ ഡ്രൈവർ, ഒരു ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളുടെ
അനുഭവം പറയായിരുന്നു. നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്ന പോലെ ഞാൻ അന്ന് രാവിലെ ഒരാളെ പിക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന്. അയാളെ പിക്കപ്പ് ചെയ്തിട്ട് വരികയായിരുന്നു. വന്ന് ഞാൻ അയാളെ ഹോട്ടലിൽ കൊണ്ട് വിട്ടപ്പോഴത്തേക്കും ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ആദ്യം വിട്ടത് ജീപ്പിനകത്ത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ വീടുമില്ല, വീട്ടിൽ എൻ്റെ ഭാര്യയില്ല, 4 മക്കളില്ല, അവരെല്ലാവരും പോയി, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അയാൾ പറഞ്ഞത്. വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത. അതായിരുന്നു 2004 അനുഭവം. അതിനുശേഷം ബന്ധാഴ്ച അവർ പെട്ടെന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്തു, കുറേ പേരൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്തു, എല്ലാവർക്കും അവർക്ക് എന്താ പറയണേ ഒരു ജീവിത മാർഗം ഏർപ്പെടുത്തി കൊടുത്തു അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്. ഇപ്പോൾ അവിടുത്തെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ സുനാമി അലേർട്ട് വച്ചിട്ടുണ്ട്, സൈറൺ ഉണ്ട്. സുനാമി വാർണിംഗ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ സൈറൺ അടിക്കും. അതിങ്ങനെ സൈറൺ മുഴക്കിക്കൊണ്ടേയിരിക്കും. ആ സമയം കൊണ്ട് 10 മിനിറ്റോ 15 മിനിറ്റിനുള്ളിൽ ജനങ്ങൾ അവരുടെ വീട് വിട്ട് പൊക്കോളണം. അവരെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഒരു കാര്യം ഞാൻ അതിശയിച്ചു പോയി. എല്ലാവരുടെ വീടുകളിലും ഒരു സൂട്ട് കേസിനകത്ത് അവരുടെ അത്യാവശ്യ സാധനങ്ങൾ, ഇടാനുള്ള ഡ്രസ്സ്, റേഷൻ കാർഡ്, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, ദെൻ എന്താ പറയുക, കുടിക്കാനായിട്ടുള്ള വെള്ളം 2 കുപ്പി, ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. സൈറൺ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഇന്ന പോയിന്റിൽ വരണം എന്നുള്ള നിർദ്ദേശം വരെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെപ്പോഴും അലേർട്ടാണ്, എപ്പോൾ വേണമെങ്കിലും വരാം, സുനാമി വേവ്സ് എപ്പോൾ വേണമെങ്കിലും വരാം, കടലിനടിയിൽ. കാരണം അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഏരിയ, അവരുടെ കടൽ ഇറ്റ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് എർത്ത്. ഭൂമിക്കടിയിൽ, കടലിനടിയിൽ ഉണ്ടാകുന്ന എർത്ത് സുനാമി വേവ്സ് ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇപ്പം നമുക്ക് ഈ സുനാമി അലാമൊന്നും സൈറനൊന്നും നമ്മുടെ തീരപ്രദേശങ്ങളിലില്ല. നമുക്കിപ്പോൾ ഈ അലാറം വാർണിംഗ് ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ വരാൻ പോകുന്ന വില്ലേജസ് ഇൻകോയ്സിൻ്റെ നേതൃത്വത്തിൽ യുനെസ്കോയുടെ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഇന്റർ ഗവൺമെൻറ്റൽ ഓഷനോഗ്രാഫിക് കമ്മീഷൻ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സുനാമി റെഡി വില്ലേജസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 100ഓളം ഗ്രാമങ്ങൾ ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ മാത്രം. അപ്പോൾ അത് ഒരു സുനാമി വേവ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടനെ അലാറം സൈറൺ അടിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേക ഒരു പോയിന്റിൽ അസംബിൾ ചെയ്യണം. അവരെ അവിടുന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, എലിവേറ്റഡ് സ്ഥലങ്ങളുണ്ടാവും, അവിടേക്ക് അവർ ഇവാക്യുവേറ്റ് ചെയ്യും. വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും സൂക്ഷിക്കരുത്. കാരണം ഇപ്പോൾ ആഭരണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് എപ്പോഴും ബാങ്കിൽ വയ്ക്കുക, ആവശ്യത്തിന് മാത്രം പോയിട്ട് എടുക്കുക. പിന്നെ എപ്പോഴും റേഷൻ കാർഡ്, അതുപോലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ആധാർ കാർഡോ എന്താണെന്ന് വെച്ചാൽ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡും അതൊക്കെ സൂക്ഷിച്ചൊരു ചെറിയ സൂട്ട് കേസിനകത്താക്കി വച്ചേക്കുക. ഇടാനുള്ള ഡ്രസ്സ് അവർ അങ്ങനെ ഒരു വാർ ഫൂട്ടിങ്ങിലുള്ള സംവിധാനമാണ് ഈ സുനാമി റെഡി വില്ലേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഗ്രാമങ്ങളിലുള്ളവരെ മറ്റൊരു സ്ഥലത്തേക്ക് സമയം കൊണ്ട് മാറ്റി പാർപ്പിക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ സുനാമി തരംഗങ്ങൾ, സുനാമി വേവ്സ്, അതിനെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിക്കഴിഞ്ഞാൽ, ഈ സുനാമി ബോയ്സ് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ, ആ സുനാമി വേവ്സ് കടലിനടിയിൽ നിന്നും മുകളിലെത്തി വൻ തിരമാലകളായിട്ട് തീരപ്രദേശത്തെ ആക്രമിക്കുന്നതിന് ഒരു ടൈം ഗ്യാപ്പുണ്ട്. 15 മിനിറ്റോ 20 മിനിറ്റോ അതല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ സമയം ഉണ്ടാവും. ആ സമയം കൊണ്ട് ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യുക. എപ്പോഴും ഒരു യുദ്ധ സാഹചര്യം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഗ്രാമങ്ങളാണ് ഈ 100ഓളം ഗ്രാമങ്ങൾ. അല്ലല്ല, ആ ഗ്രാമങ്ങൾ തന്നെ സുനാമി റെഡി വില്ലേജസ് ആണ്. നമുക്ക് സുനാമിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, സുനാമി ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ സുനാമി സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? കുറച്ച് അത് എന്തുമാത്രം ഡാമേജസ് ചെയ്യും എന്നുള്ളത് സാധാരണ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ഉള്ള സാഹചര്യങ്ങളിൽ നിന്നും ഒരു 100th ഈ സുനാമിയുടെ കോൺസിക്വൻസസ്, അതിൽ ഡാമേജസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമുള്ള വില്ലേജസിനെയാണ്, ഗ്രാമങ്ങളെയാണ് സുനാമി റെഡി വില്ലേജസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എത്ര എണ്ണം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഇത് ഒറീസയിൽ 25ഓളം ഗ്രാമങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലുമുള്ള സെലക്റ്റഡ് ഗ്രാമങ്ങളെ
ഉൾപ്പെടുത്തി 9-10 ഗ്രാമങ്ങളാണ് ടു ബിഗിൻ വിത്ത് തുടക്കത്തിലുള്ള ഒരു ഇതായിട്ട് നടക്കണത്. ഉം. അങ്ങനെയാണ് ഈ ഡോക്ടർ ബാലകൃഷ്ണൻ നായരുമായിട്ട് സംസാരിച്ച് പറയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഡീറ്റെയിൽസാണ് പറയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരിക്കൽ ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ലൈവിൻ്റെ സ്റ്റുഡിയോയിൽ വരാം, നമ്മളോട് നേരിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹം വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്.